എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിത്തുൽപാദനത്തിനെ കുറിച്ച് 2 വീഡിയോ ഇട്ടിരുന്നു. ഒന്ന് പീഡി ഉണ്ടാക്കുന്നതും പിന്നെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതും. കൂണിൽ നിന്നും ടെസ്റ്റ് ട്യൂബിലേക്ക് ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പീഡിയയിലേക്ക് ടിഷ്യൂ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റ് ട്യൂബിൽ ആ കൾച്ചർ വളർന്നു. ആ കൾച്ചറിനെ ഇനി MS ആക്കി മദർ സ്പോണാക്കി മാറ്റുന്നത് എങ്ങനെ എന്നാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. വിത്തുൽപാദനത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജാണിത്. നമുക്ക് പീഡി ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞാൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ എളുപ്പമാണ്. ടെസ്റ്റ് ട്യൂബ് അതിൽ കുറച്ചൊക്കെ റെഡിയായി കിട്ടും. എല്ലാം റെഡിയായി കിട്ടണമെന്നില്ല, ചിലപ്പോൾ എല്ലാം റെഡിയായി കിട്ടാനും മതി. ഇപ്പോൾ ഒന്ന് ഞാൻ പീഡി ഉണ്ടാക്കിയത് കാണിച്ചിരുന്നു, അതിൽ ഞാൻ കൾച്ചർ ചെയ്തു. ആ ടെസ്റ്റ് അതിലെല്ലാം തന്നെ കിട്ടി. ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പ്രശ്നം, ബാക്കി എല്ലാം തന്നെ കിട്ടി. പക്ഷെ അങ്ങനെ എപ്പോഴും കിട്ടാറില്ല. ഇത്തവണ എല്ലാം കിട്ടിയിട്ടുണ്ട്. ശരിക്കും വേനൽക്കാലത്താണ് കിട്ടാൻ ബുദ്ധിമുട്ടെങ്കിലും ഇത്തവണ എന്തോ എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ബാച്ച് ഉണ്ടാക്കി, അതിലെനിക്കെല്ലാം കിട്ടിയിട്ടില്ല. ഓരോ ടൈമാണ് ഇത്. എന്താ ഒരു പയ്യൻ പണ്ട് പറഞ്ഞിരുന്ന പോലെ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ വിത്തുൽപാദനത്തിൻ്റെ ഒരു കാര്യം. ചിലവർക്ക് ചിലപ്പോൾ ശരിയാവും, ചില സമയത്ത് ഒന്നും ശരിയാവില്ല, ചില സമയത്ത് എല്ലാം ശരിയാവും. ചില സമയത്ത് ടെസ്റ്റ് ട്യൂബ് ശരിയായി കിട്ടിയാൽ MS ശരിയാവണമെന്നില്ല, MS ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ അത് സ്പോൺ ശരിയാവണമെന്നില്ല. ഇത് ശരിക്കും ദൈവം നമ്മുടെ കൂടെ നിന്നാൽ മാത്രം ശരിയായി കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വളരെ സമാധാനത്തിലും ചെയ്യണം. ഇപ്പം ഞാനിത് ചെയ്യുന്നത് ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോഴാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. കാരണം കുറച്ച് സമാധാനമായിട്ടിരുന്ന് ചെയ്താൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മോനൊന്ന് ഉറങ്ങി കഴിഞ്ഞ് ാണ് ഞാൻ വന്നിരുന്ന് ആവുന്നതും വിത്തുൽപാദനത്തിലെ കാര്യങ്ങൾ ചെയ്യാറ്. അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്താലുള്ളൂ. ഇതൊരു എളുപ്പം കാര്യമല്ല, എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഞാനൊരു സാധാരണ മനുഷ്യനാണല്ലോ, അപ്പോൾ അതുപോലെ എല്ലാവർക്കും ചെയ്യാം. പക്ഷെ വളരെ ക്ഷമയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, വളരെ പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അതിൻ്റെ ഒരു കാര്യമാണുള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് വിത്തുൽപാദനത്തിന് കുറച്ച് നല്ലപോലെ ചിലവുള്ളൊരു കാര്യമാണ്. അപ്പം ചെറുതായിട്ട് ചെയ്ത് നല്ലപോലെ പഠിച്ച് വിത്തൊക്കെ ഉണ്ടാകും. നമുക്ക് കുറച്ച് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും പൈസ ചിലവില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മതി. അങ്ങനെയൊക്കെ ചെയ്ത് ഇത് പെർഫെക്റ്റായി നിങ്ങളത് വിത്തുണ്ടാക്കി ബെഡും സക്സസ് ആയി കഴിഞ്ഞു. 1, 2, 3 ബാച്ച് വേണ്ട, ഒരു 6 ബാച്ച് വരെ നന്നായിട്ട് ചെയ്ത് അത് പെർഫെക്റ്റായെന്ന് ഉറപ്പ് വന്നാൽ മാത്രമാണ് നിങ്ങളതിലോട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. കാരണം ഇത് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്താൽ പോലും ഇപ്പോഴും ഞാൻ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് പലപ്പോഴും ചില ബാച്ച് അങ്ങനെ തന്നെ പോകാറുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് MS ഉണ്ടാക്കിയതാണ്. MS-ൽ നിന്ന് നമ്മൾ ചോളത്തിലോട്ട് പകർത്തിയപ്പോൾ ഒരു ബാച്ച് വിത്ത് അങ്ങനെ തന്നെ പോയി. കാരണം അത് MS-ൻ്റെ കുഴപ്പമോ ഒന്നുമല്ല, അത് ചോളത്തിൻ്റെ കുഴപ്പമായിരുന്നു. അത് എടുത്തപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബാച്ചിന് മാത്രമേ എടുത്തുള്ളൂ, ബാക്കി റിട്ടേൺ ചെയ്തായിരുന്നു. പക്ഷെ അത് ആ ഒരു സംശയം തോന്നി നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. ചോളം കൊള്ളൂല്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ആ ചോളം കൂടെ മാറ്റി വയ്ക്കുക. ഇത് സംശയിച്ച് തന്നെയാണ് എടുത്ത് കഴുകുമ്പോൾ വെള്ളത്തിലിടുമ്പോഴല്ലേ നമുക്കിത് മനസ്സിലാവുന്നത്. വെള്ളത്തിലേക്ക് ഇട്ടുമ്പോൾ തന്നെ മനസ്സിലായ സംഗതി ശരിയാവില്ല എന്ന്. ബാക്കിയുള്ളത് റിട്ടേൺ ചെയ്തു. പക്ഷെ ആ ചെയ്തൊരു ബാച്ച് അങ്ങനെ തന്നെ പോയി. അതിലൊരുപാട് കഷ്ടപ്പാടുണ്ട്. MS ഉണ്ടാക്കിയ MS-ൻ്റെ ബുദ്ധിമുട്ട്, ചോളം വേവിച്ച ബുദ്ധിമുട്ട്, കൾച്ചർ ചെയ്ത ബുദ്ധിമുട്ട്, അത് ഒരു 4-5 ദിവസം കൊണ്ട് സംഗതി പോയി എന്നുള്ളത് മനസ്സിലാവുകയും അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് നഷ്ടങ്ങളും
എല്ലാം വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നല്ല പോലെ വിത്തൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മൾ ബെഡ് ഉണ്ടാക്കി അതിൽ നിന്ന് കൂണുണ്ടായി തുടങ്ങി അതിൻ്റെ ഷേപ്പും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് വിത്തുൽപാദനത്തിലോട്ട് നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. ഇതൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല. ചെയ്യാൻ എളുപ്പമാണ്, സംഗതി സക്സസ് ആയി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പല കാലാവസ്ഥയിലും പല ചേഞ്ചുകൾ വരും, വിത്തിലും കൾച്ചറിലും എല്ലാം വരും, കൂണിലും വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ശരിക്ക് പഠിച്ച് 100% നമ്മൾക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒരു ഇതിലോട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യാവുള്ളൂ. കാരണം ഗവൺമെൻറ് നമുക്ക് സബ്സിഡിയൊക്കെ തരുന്നുണ്ട്. അതും വിത്തുൽപാദനത്തിനും മണ്ണിര കമ്പോസ്റ്റിനും പാക്കിംഗ് ഹൗസിനൊക്കെയാണ് 50% തരുന്നത്. അപ്പം അന്ന് അതുകൊണ്ട് ഇതങ്ങ് ചെയ്തേക്കാമെന്ന് ആരും വിചാരിക്കരുത്. അത് ശരിക്കും പഠിച്ചതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ പറയുന്നതും. ചെയ്യണം, പക്ഷെ ആദ്യം തന്നെ സ്വന്തമായിട്ട് വിത്തുണ്ടാക്കി ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ നോക്കി ശരിക്കും നമ്മളൊരു ബെഡ് ഉണ്ടാക്കി അതിൽ 50% നമുക്ക് കൂണ് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമത്തിൻ്റെ 50% കിട്ടണം. അത്ര വിധത്തിലൊക്കെ കിട്ടി തുടങ്ങി ഉറപ്പായതിനു ശേഷം മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ചോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കാണിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജ് ഇതാണ്. കാരണം ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് എടുക്കുന്ന ചെറിയ ഒരു പോർഷണൽ ടിഷ്യൂ ഈ ചോളത്തിലോട്ടോ അല്ലെങ്കിൽ നെല്ലിലോട്ടോ വളർന്ന് കിട്ടണം. കാരണം ഇത്തിരി മാധ്യമം കൂടുതലിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് സെറ്റായി കിട്ടണം. അത് വളർന്ന് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരും. അതില്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചോളം വളരെ കൃത്യതയോടുകൂടി വേവിച്ച് അതിൻ്റെ ഉണക്കമൊക്കെ വളരെ കറക്റ്റായിട്ട് ചെയ്ത് 2-2.5 മണിക്കൂറോളം കുക്കറിൽ വേവിച്ച് എടുത്ത മാധ്യമം തന്നെ ആയിരിക്കണം. അതിലിപ്പോൾ യാതൊരു എക്സ്ക്യൂസും ഇല്ല കാര്യത്തിൽ. കാരണം നമ്മുടെ ഈ ടിഷ്യൂ പ്രത്യേകിച്ച് ഈ MS ഉണ്ടാക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം പിടിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം ആ ചോളത്തിൻ്റെ വേവും അളവും എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് ആ കൾച്ചർ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൾച്ചർ ചെയ്യുന്നത് നോക്കാം. ഇത് ഞാൻ PDA ഉണ്ടാക്കുന്നതും ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നതും വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബ് മാത്രമാണ് ഇത്തിരി പ്രശ്നമുള്ളത്. ബാക്കി എല്ലാ ടെസ്റ്റ് ട്യൂബും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്രോ ഉള്ള ടെസ്റ്റ് ട്യൂബുകൾ മാത്രമാണ് നമ്മൾ പകർത്താൻ വേണ്ടി എടുക്കാവുള്ളൂ. ഇപ്പോൾ എല്ലാം ഒരെണ്ണം മാത്രമാണ് ഇത്തിരി പ്രശ്നം. ഇതിലേറ്റവും നല്ലത് നോക്കി മാത്രം നമ്മൾ ആദ്യം എടുക്കുക. ഇത്തിരി സ്ട്രെങ്ത്ത് കുറവെന്ന് കാണുന്ന ടെസ്റ്റ് ട്യൂബിൽ നിന്നൊന്നും നമ്മളധികം പകർത്തരുത്. ഇനി പകർത്തിയാലും അത് ബെഡിടാൻ എടുക്കാവുള്ളൂ. MS മദർ സ്പൂണാക്കിയിട്ട് എടുക്കരുത്. ഇപ്പോൾ ഞാൻ കൾച്ചർ ചെയ്യാൻ പോകുന്നത് 20 mm ടെസ്റ്റ് ട്യൂബിൽ നിന്നാണ്. അതിൽ നിന്ന്
ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് 3 MS ഉണ്ടാക്കും. അതിൽ നിന്ന് 3 എണ്ണം ഉണ്ടാക്കിയിട്ട് ആ MS-ൽ നിന്ന് പിന്നെ ഒരു 3 എണ്ണത്തിൽ നിന്ന് 36 എണ്ണം 35-36 കിട്ടും. ആ 36 നമ്മൾ സ്പൂണായിട്ട് F1 ക്വാളിറ്റി ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേവിച്ചൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, മാധ്യമം വേവിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 36 നിന്ന് വീണ്ടും മറിക്കാം. പക്ഷേ മിക്കവാറും എല്ലാവരും കെമിക്കൽ രീതിയൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതും കെമിക്കൽ രീതിയിലുള്ള സ്റ്റെറിലൈസേഷനാണ്. അതുകൊണ്ട് തന്നെ F1 ക്വാളിറ്റി മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം മൈസിൽ നന്നായിട്ട് പിടിച്ചു വരണമെങ്കിൽ F1 തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ 20 mm ടെസ്റ്റ് ട്യൂബിൽ നിന്ന് നമുക്ക് 3 MS ഉണ്ടാക്കാം. ആ 3 MS-ൽ നിന്ന് നമുക്ക് ഓരോന്നിൽ നിന്നും 12 എണ്ണം വെച്ചിട്ട്, ചിലപ്പോൾ 11 കിട്ടുള്ളൂ, 11-12 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് 3 എണ്ണത്തിൽ കൂടി 36 ഉണ്ടാക്കാം. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്ന് 36 വിത്ത് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്നും ശരിക്കും അതാണ് ശരിക്കും മദർ സ്പൂണായിട്ട് എടുക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ അറക്കപ്പൊടിയുടെ പ്രശ്നങ്ങളും, കാരണം അറക്കപ്പൊടിയിലൊക്കെ കുറേശ്ശെ എത്രയൊക്കെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ മിക്സിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ വൈക്കോലാണെങ്കിലും നമ്മൾ കെമിക്കൽ രീതിയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പാടത്ത് മിഷൻ വെച്ച് കട്ട് ചെയ്യണ വൈക്കോലൊക്കെ ആണല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ F1 ക്വാളിറ്റി തന്നെ ഉപയോഗിച്ചാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചോളം വേവിച്ച് കൊണ്ടുവന്ന് അത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ആദ്യം എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് കുലുക്കി വയ്ക്കണം. കാരണം നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ടിഷ്യൂ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കുലുക്കാൻ പറ്റില്ല. കാരണം ഇതൊന്ന് കുലുക്കി വയ്ക്കുമ്പോഴുള്ള ഇതിലുള്ള കാൽസ്യം കാർബണേറ്റും ഒക്കെ കൂടി ഒന്ന് മിക്സായി ആ കവറുമൊക്കെ ഒന്ന് പിടിച്ചിരിക്കും കാൽസ്യം കാർബണേറ്റ്. കാരണം കവറുമ്പോൾ വെള്ളം ഉണ്ടാവും, ഇത് വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് ഇങ്ങനെ നമ്മൾ കുലുക്കുമ്പോൾ ആ കാൽസ്യം കാർബണേറ്റൊക്കെ വന്ന് ആ വെള്ളത്തിൽ പറ്റിപ്പിടിച്ച് ഇരിക്കും. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ പോലെയാവും. എന്നിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് പതുക്കെ, അധികം നമ്മൾ ഫോഴ്സൊന്നും കൊടുക്കാതെ വളരെ കെയറായിട്ട് വേണം ഇനിയുള്ള സ്റ്റേജ് ചെയ്യാനായിട്ട്. അതിനാണ് ആദ്യം തന്നെ നമ്മൾ ചോളം ഇങ്ങനെ കുലുക്കി വയ്ക്കുന്നത്. വളരെ സൂക്ഷിച്ചെടുക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഫ്ലെയിമിൻ്റെ അടുത്ത് വെച്ചായിരിക്കണം ചെയ്യേണ്ടത്. ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ലാമിനാർ എയർ ഫ്ലോ ഉണ്ട്, അതിൽ UV കൊടുത്തതാണ് 1 മണിക്കൂർ. അങ്ങനെയൊക്കെ ആണെങ്കിലും അതിനൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇരിക്കുന്നതാണ്. ആ ഫ്ലെയിമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അതും കൂടി ആയാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതതുപോലെ ടിഷ്യൂ ഇട്ട് കഴിഞ്ഞാൽ പതുക്കെയാണ് ആ ചോളം ഒന്ന് ആ ടിഷ്യൂൻ്റെ മുകളിലോട്ട് വന്നിരിക്കണം. അത്രയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് എയർ നിൽക്കണ വിധത്തിലായിരിക്കണം നമ്മളത് പാക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഇരിക്കണം. കാരണം അതിൻ്റെ ഉള്ളിലത്തെ എയറും കൊണ്ട് വേണം, എയറിൽ വേണം അത് പതുക്കെ വളർന്നു വരാം. കാരണം ടൈം എടുക്കും. അതേസമയം നമ്മൾ വിത്താണ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ എയർ കൊടുക്കണം എന്നില്ല. കാരണം പെട്ടെന്ന് ആയി കിട്ടും. കാരണം നമ്മൾ കുറച്ച് അധികം പോഷൻ വരുന്നുണ്ടല്ലോ അതിലൊക്കെ MS ഇടുമ്പോൾ. ഇത് പക്ഷേ ഒരു ചെറിയ പോഷൻ ഉണ്ടെങ്കിൽ കൊണ്ട് ഒരുപാട് സമയം പിടിച്ചാണ് ഇത് വളർന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ എയർ നിർത്തണം.
പുറത്ത് ദിവസം എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അനക്കാതെ വേണമെങ്കിൽ നോക്കാമെന്നല്ലാതെ അത് എടുത്ത് നോക്കുന്നത്. കാരണം എടുക്കുമ്പോൾ ആ സ്റ്റാപ്ലറിൻ്റെ പിന്നുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടി എയർ ഉള്ളിലോട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. ചെറിയൊരു എയറിൻ്റെ അനക്കം പോലും ആ സമയത്ത് കണ്ടാമിനേഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കണം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 25 mm ടെസ്റ്റ് ട്യൂബാണ്. 25 mm ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് ഏകദേശം ഒരു 10 ms ഉണ്ടാക്കാം. അതിനകത്ത് അധികം ടിഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10 ms ഉണ്ടാക്കാം. ആ 10 ms നിന്ന് 10 അല്ലെങ്കിൽ ഒരു 8 ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് വീണ്ടും ഒരു 10 11 വെച്ചിട്ട് ഓരോന്നിൽ നിന്നും ഉണ്ടാക്കാം. ഇപ്പോൾ ഈ 10 ms ഉണ്ടാക്കി 10 കിട്ടണം എന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒരു 8 നമ്മൾ കൂട്ടിയാൽ മതി. ഒരു 8 എന്തായാലും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അതിൽ നിന്ന് ഓരോന്നിൽ നിന്നും 10 11 വെച്ചിട്ട് വീണ്ടും ഉണ്ടാക്കാം. പക്ഷേ ഈ കണ്ടാമിനേഷൻ ഇല്ലാണ്ട് കിട്ടാൻ എളുപ്പം ചെറിയ ടെസ്റ്റ് ട്യൂബാണ്. അപ്പോൾ ചെറിയ 20 mm ടെസ്റ്റ് ട്യൂബിലുണ്ടാക്കി ശരിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് മതി ഈ 25 mm ചെയ്യാനായിട്ട്. കാരണം വലിപ്പം കൂടുന്തോറും അതിൻ്റെ സക്സസ് റേറ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വളരെ സൂക്ഷിക്കണം.